കൃഷിദർശൻ്റെ പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ആഴ്ച ശ്രീ പുളിക്കൽ ഷാജിയുടെ വ്യത്യസ്ത കൃഷിരീതി നമ്മൾ കണ്ടല്ലോ. ഈ ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെയൊക്കെ ഇതിനകത്തേക്ക് പ്രേരിപ്പിച്ച ഒരുപാട് ഘടകമുണ്ട്. ജൈവമായിട്ട് ചെയ്യുമ്പോൾ ഓർഗാനിക് സാധനങ്ങൾ ഇന്ന് കിട്ടാനില്ലാതെ ഒരുപാട് പേര് അലഞ്ഞു നടക്കുന്നു. ഇന്ന് ഇത് കിട്ടിയാൽ എന്ത് വില കൊടുത്തും വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിപണിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, വാങ്ങുന്നവനെന്നും ഈ കൃഷിക്കാരനെ ഇടിച്ചമർത്തുന്ന ഒരു പ്രവണതയുള്ളവരാണ്. ഒരിക്കലും ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളുടെ വലിയ വിലയൊന്നും വിപണിയൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇവിടങ്ങളിൽ തന്നെ എൻ്റെ സാധനങ്ങൾ പിടിച്ചു പറിച്ചു പോയി. കാരണം ഓർഗാനിക്കിൻ്റെ വിലയ്ക്കല്ല ഞാൻ കൊടുത്തത്, അല്ലാതെ ഓപ്പൺ മാർക്കറ്റിൽ പോലും എനിക്ക് നന്നായിട്ട് കൊടുക്കാനായിട്ട് ചില ദിവസങ്ങളിൽ മാർക്കറ്റ് തീരുമാനിക്കാൻ പോലും എനിക്കായി. അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രമാത്രം ധാർഷ്ട്യം വേണോ, അഹങ്കാരം വേണോ? മിൽമയുടെ ഉദ്യോഗസ്ഥർ വന്ന് എൻ്റെ അടുത്ത് സാധനം എടുത്തിട്ടുണ്ട്. കാരണം അവരെന്നോട് ചോദിച്ചു, ഷാജി ഇത്രമാത്രം ധാർഷ്ട്യം വേണോ വില പറയുമ്പോൾ? ഞാൻ പറഞ്ഞു, സാറേ ഒരു ദിവസമെങ്കിലും രാജാവായിട്ട് ജീവിക്കാമല്ലോ. കാരണം വില കുറയുമ്പോൾ നിങ്ങൾ ചവിട്ടിക്കുത്തി വാങ്ങും. അപ്പോൾ ഒരു ദിവസമെങ്കിലും മാർക്കറ്റ് തീരുമാനിക്കാൻ പറ്റിയ അത് കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ രാജാവായി ജീവിച്ചു എന്നുള്ളതിൻ്റെ ബോധ്യമാണ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും രാജാവായി ജീവിക്കാനായിട്ട് പറ്റി എന്നുള്ള അഭിമാനം എനിക്കുണ്ട്. ഇപ്പോൾ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ കൃഷി എൻ്റെ കയ്യിൽ നിന്നും പോകും. കാരണം എൻ്റെ മക്കളുടെ കയ്യിലേക്ക് ഇത് കൈമാറേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കൃഷിയുള്ളത്. കാരണം എല്ലാം നൂതനമായ സംവിധാനങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് കമ്പ്യൂട്ടറും ആധുനിക ടെക്നോളജിയും ഉപയോഗിച്ച് കൃഷി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഒരു ചിന്താഗതിയാണ് എന്നെ വേറിട്ട് ചിന്തിക്കാനായിട്ട്. പണ്ട് കുളത്തിൽ നിന്നും സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് മാത്രം കൃഷി ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. ഇന്നത് ഡ്രിപ്പ് വന്നു, ഡ്രിപ്പിൽ തന്നെ ഇൻലൈൻ ഡ്രിപ്പ് വന്നു. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് കൃഷിക്കായിട്ട് തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളുള്ളതെന്ന് അറിയാനായിട്ട് സാധിച്ചു. കേരളത്തിലുണ്ടായിരിക്കാം, പക്ഷേ ഇതൊന്നും ഒരു കൃഷി ഓഫീസർ ഞങ്ങളെ ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള കൃഷി ഓഫീസർമാരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ അറിവുകൾ അവർ പൂർണ്ണമായിട്ടും 1% പോലും പിടിച്ചു വെക്കാതെ കൃഷിക്കാരിലേക്ക് പകർന്നു തന്നു. അതുകൊണ്ട് തന്നെ ആ അറിവ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് കൃഷിയിലേക്ക് മുന്നേറാനായിട്ട് സാധിച്ചു. പിന്നെ മുള്ളംകൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തിൻ്റെ കാലാവസ്ഥയെപ്പറ്റി പറഞ്ഞാൽ മുൻപുണ്ടായിരുന്നതിനേക്കാളും ഒരുപാട് അപ്പുറം ശക്തമായ വരൾച്ചയിലേക്ക് വന്നു. കാരണം ഇന്ന് ഈ നാട്ടിലുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റപ്പെടുമ്പോഴും ഞങ്ങൾക്ക് വേദനയോടുകൂടി പറയേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, എന്നും മറ്റ് രാജ്യങ്ങളെ മുഴുവനും പിടിച്ചു നിർത്തുന്ന ഹരിത മേഖലയായിട്ട് വയനാട് മാറണം എന്നുള്ളതിൽ ഞങ്ങളും ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കാം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിന് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ സ്വത്തും വെറുതെ കൊടുക്കുക എന്നുള്ള ഒരു തകർച്ചയിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇത് കേൾക്കുന്നവർക്ക് ചിന്തിച്ചാലറിയാം. കാരണം നിങ്ങൾ ബിസിനസ്സുകാരനോ വ്യവസായിയോ ഉദ്യോഗസ്ഥനാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ജനിച്ചു വളർന്ന മണ്ണ് കാൽച്ചോട്ടിൽ നിന്ന് മടർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നൊമ്പരം അത് ഞങ്ങളിന്ന് അനുഭവിക്കുന്നു. കാരണം വന്യമൃഗങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റിലെ മൃഗങ്ങളെ മുഴുവൻ തുറന്നു വിടുക, ആ മൃഗങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ വീടും ഉപേക്ഷിച്ച് ഞങ്ങളൊരു ദിവസം കുടിയിറക്കപ്പെടേണ്ടി വരിക, ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയല്ല.
എല്ലാ വൻകിട കർഷകൻ്റെയും 5000 6000 കോടി രൂപ എഴുതി തള്ളാനായിട്ട് സർക്കാരിന് സാധിക്കും. ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരൻ്റെ 5 ലക്ഷം 6 ലക്ഷം രൂപ എഴുതി തള്ളാനായിട്ട് വർഷങ്ങളോളം അവർ വാഗ്ദാനങ്ങൾ നൽകും. എല്ലാ മീഡിയയും വന്ന് ഇത് കവർ ചെയ്ത് പോകും. ഈ മീഡിയയും ചിലപ്പോൾ ഇത് കവർ ചെയ്ത് പോകുമ്പോൾ ഒരു രസത്തിന് കവർ ചെയ്ത് പോകുന്നതാകാം. എൻ്റെ ഈ വാക്കുകളും അങ്ങനെ ഒരു രസമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. കാരണം ഒരിക്കൽ പോലും നിങ്ങളിത് എഴുതി തള്ളിയാലെന്നും ഒരു ഉദ്യോഗസ്ഥൻ്റെ ചെവിയിലേക്കും ഇത് കടന്നു പോകുകയല്ലെന്നും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ചെവിയിലേക്കും ഇത് കടന്നു കയറിയല്ലെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് സ്വപ്നമാണ് നിങ്ങൾ ഇങ്ങനെ എഴുതി തള്ളുമെന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് എഴുതി തള്ളാതെ വരുമ്പോൾ മകളെ കെട്ടിക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു നേരത്തെ അവൻ്റെ ഒരു ആശുപത്രി ചെലവ്, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അതിന് ചികിത്സിക്കാൻ പണമില്ലാതെ വരുമ്പോൾ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി അവൻ മുറിച്ചു വെക്കാൻ കിട്ടുന്ന അവന് മരങ്ങളാണ്. അപ്പോൾ അവൻ്റെ അവസാനത്തുള്ളി കൈയുടെ വണ്ണം പോലെയുള്ള മരങ്ങൾ മുറിച്ച് വിൽക്കുന്നു. പണ്ട് മരം മുറിച്ച് വെക്കുമ്പോൾ ഒരു മരം മുറിച്ച് വിൽക്കുമ്പോൾ 10 മരങ്ങൾ വെക്കുമായിരുന്നു. ഇന്ന് വെക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ഇതിൻ്റെ അവകാശി നാളെ ഞാൻ അല്ലാതായി മാറിയേക്കാം. എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത് ഞാൻ നട്ടുപിടിപ്പിക്കേണ്ട കാര്യമല്ല എന്നുള്ള ബോധ്യം അവനെ അത് വെച്ച് പിടിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നാടിനെ വലിയ ദുരിതത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. എനിക്കൊരു കരിങ്കൽ കോറി ഉണ്ടായിരുന്നു. കരിങ്കൽ കോറി ഏകദേശം ഒരു 4 വർഷമായിട്ട് ഞാൻ അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കരിങ്കല്ല് പൊട്ടിക്കുക എന്നുള്ളത് വലിയ ലാഭകരമാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു കൃഷിയുടെ മുൻകൂട്ടി കണ്ടിട്ട് ആ കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം ശേഖരിച്ച് വെക്കാനായിട്ട് ഞാൻ ആ കരിങ്കൽ കോറിയെ മാറിയിട്ടിരുന്നു. 4 വർഷത്തെ എൻ്റെ പെരപ്പുറത്തു നിന്നും എൻ്റെ മണ്ണിൽ നിന്നും ഒഴുകിപ്പോയ വെള്ളം മുഴുവനും ഞാൻ ഈ കരിങ്കൽ കോറിയിൽ സൂക്ഷിക്കുകയും ആ വെള്ളം ഇന്ന് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇൻലൈൻ ഡ്രിപ്പിലൂടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡ്രിപ്പ് ഉപയോഗിച്ച് എനിക്ക് കൃഷി ചെയ്യുന്നതുകൊണ്ട് കിട്ടിയ ഗുണം ഇതാണ്. ഓരോ തുള്ളി വെള്ളവും അതിൻ്റെ ആവശ്യത്തിന് ചെടികൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. ആവശ്യമില്ലാത്ത മണ്ണിനെ ഞാൻ നനയ്ക്കുന്നില്ല. ചെടിക്ക് ആവശ്യമുള്ള അളവിൽ മാത്രം ഞാൻ വളം കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മണ്ണിനെ പരിശോധിച്ച് അതിനാവശ്യമുള്ള അളവിൽ വെള്ളവും കൊടുക്കുമ്പോൾ ചെടികൾക്ക് നല്ല വളർച്ചയുണ്ട്. എനിക്ക് ആവശ്യത്തിനുള്ള എൻ്റെ വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഈ കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് നമുക്കിതിനെ കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഡ്രിപ്പ് ഉപയോഗിക്കുമ്പോഴുള്ള നമുക്ക് കിട്ടുന്നൊരു വലിയ ഗുണം. അത് കൃത്യമായിട്ട് നമുക്കത് ഓരോ ചെടിക്ക് എത്ര അളവിൽ വെള്ളം വേണം, എത്ര മണിക്കൂർ സമയം നമുക്കത് വേണമെന്ന് തിരിച്ചറിഞ്ഞാൽ അതനുസരിച്ച് നമുക്കത് ക്രമീകരിക്കാനായിട്ട് പറ്റും. സ്പ്രിംഗ്ലറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയത്തില്ല, വെള്ളത്തിൻ്റെ സോഴ്സ് നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കാട് കയറിയാല അതിൻ്റെ ചുവട്ടിൽ മാത്രം വെള്ളം ചെല്ലുമ്പോൾ ബാക്കി സ്ഥലങ്ങൾ കാട് കയറാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് കൃഷി ചെലവുകൾ ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വെച്ചാൽ ഒരു 50% സബ്സിഡി ചിലപ്പോൾ ഈ ഡ്രിപ്പ് ഇടുന്നതിന്, അതും ഇത്ര ഏരിയ നമ്മൾ കവർ ചെയ്തപ്പോൾ എനിക്ക് അത്രയൊന്നും 50% താഴെ 40% ഒക്കെ ആയിരിക്കാം അതിൻ്റെ സബ്സിഡി വരുന്നുള്ളൂ. ബാക്കി ഒരു സബ്സിഡിയും നമുക്കതിനകത്ത് ലഭിക്കുന്നില്ല. മറ്റൊന്ന്, ഞങ്ങളിപ്പോഴും സർക്കാരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഇതാണ്, ഇത്തരം കൃഷി രീതികൾ ഈ നാട്ടിൽ ഇപ്പോൾ വേറെ ആരും ചെയ്യുന്നില്ല. മറ്റുള്ളവർ ചെയ്യാത്തതിൻ്റെ കാരണം ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് 1.5-2 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ കൃഷി ലാഭകരമാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കേട് വന്നാൽ എന്ത് ചെയ്യും? സർക്കാർ എന്തെങ്കിലും ഒന്നും ചെയ്തില്ല. കാരണം എല്ലാവരും പറയും ജൈവ കൃഷി ചെയ്യണം, നാടിനെ രക്ഷിക്കണം, മനുഷ്യന് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ എല്ലാവരും ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പറയും, തക്കാളിയൊക്കെ പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ 5 ദിവസം ഇടവിട്ട് അതിൽ രാസവളങ്ങൾ കീടനാശിനിയും അടിച്ചിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് സാധനം എത്തുന്നത്. നിങ്ങളറിയുന്നില്ല മാരകമായിട്ട് അതിനകത്ത് എത്രമാത്രം വിഷാംശം ഉണ്ടെന്ന് നിങ്ങളാരും തിരിച്ചറിയുന്നില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു വളവും വിഷവുമില്ലാതെ ഈ പച്ചക്കറികൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വലിയ സംരക്ഷണമാണ് ഞങ്ങൾ നൽകുന്നത്. എന്നിട്ട് സർക്കാർ ഞങ്ങൾക്ക് 1 രൂപ പോലും ഒരു ജൈവ കൃഷിക്കാരനെന്ന നിലയിൽ 1 രൂപയുടെ പോലും ആനുകൂല്യം തരുന്നില്ല. ജൈവ വളങ്ങൾ ഞങ്ങൾക്ക് തരുന്നില്ല. മറ്റ് ആനുകൂല്യങ്ങളും തരാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു സ്രോതസ്സും ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടും. ഞങ്ങൾക്ക് വെറുതെ ഒന്നും വേണ്ട, ആരുടെയും ഔദാര്യമോ സൗജന്യമോ ഒന്നും ഞങ്ങൾക്ക് നൽകണ്ട. പകരം ഞങ്ങൾക്ക് അർഹതപ്പെട്ട കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു സോഴ്സ് ഞങ്ങൾക്ക് തരിക. ഇപ്പോൾ കബിനിപ്പുഴ 2 കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ പുഴ കിടക്കുന്നത്. ഈ 2 കിലോമീറ്റർ അകലെ കൂടെ ഒഴുകുന്ന പുഴയിലെ വെള്ളം മുഴുവനും കർണാടക സർക്കാരിൻ്റെ കൃഷിയിടങ്ങളിലേക്ക് അവർക്ക് 10-30 കിലോമീറ്റർ അകലെയുള്ള കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചിട്ട് അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു സാധ്യതയുമില്ല എന്ന് എഴുതി തള്ളുന്ന സ്ഥലങ്ങളിൽ. ഇവിടെ ഇപ്പോൾ ഈയിടെയും മന്ത്രിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ കൃഷിയിടത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ടാങ്ക് കിട്ടുന്നു, ഇവിടെ ടാങ്ക് കെട്ടി കനാലുകൾ നിർമ്മിച്ച് എല്ലാവർക്കും കൃഷിക്ക് 2 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം എത്തിക്കും. വലിയൊരു സ്വപ്നമാണ്, കേൾക്കാൻ വളരെ സുഖമുള്ളൊരു സ്വപ്നം. പക്ഷേ ഞങ്ങൾക്കറിയാം ഒരിക്കലും ഞങ്ങൾക്കത് തരികയില്ല. കാരണം ഒരു മുട്ടായിയൊക്കെ കാണിച്ച് പിള്ളേരെ കൊതിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ചപ്പ് കാണിച്ചിട്ട് കന്നാലിയെ കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അറക്കാൻ പോകുന്ന കന്നാലിക്ക് അറവുമാടിനെ ആലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പച്ചല, അത് മാത്രമാണ് അതായത് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് മാത്രമായിട്ട് ഞങ്ങളതിനെ കാണുന്നു. ഞങ്ങളിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിനോട്, ഈ മീഡിയയോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇവിടെയുള്ള കൃഷിക്കാർക്ക് നിങ്ങൾ സബ്സിഡി തരാനായിട്ട് പറ്റുമോ? വെറുതെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലോൺ താ, അത് നിങ്ങൾ പലിശയില്ലാതെ പുഴയിൽ നിന്നും വെള്ളം എത്തിക്കാനായിട്ട് 2 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ. ഞങ്ങൾ വെള്ളം എത്തിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക്. അതിന് മോട്ടോർ വെക്കാനും പൈപ്പ് ഇടാനും സബ്സിഡി തരുമോ? വെള്ളം എത്തിക്കാനായിട്ട് ഞങ്ങൾ പൊന്ന് വിളയിച്ച് തരാം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള മുഴുവൻ ഭക്ഷണം ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കാം.
ഈ കൊടിയും കാപ്പിയും ജാതിയൊന്നും അല്ലാതെ ഭക്ഷ്യവിളകൾ നമുക്കിവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് ചെയ്ത് കാണിക്കാനായിട്ട് അനേകം പേർക്ക് പറ്റും വെള്ളം കൊടുത്താൽ. പക്ഷെ അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ഇപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിന് കർഷകരാണ് കാരണക്കാർ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് ശരിയാണോ? ഒരു കർഷകൻ എന്ന രീതിയിൽ താങ്കളുടെ ഉത്തരം എങ്ങനെയായിരിക്കും? ലോകത്തെ മുഴുവനും, അതായത് ഈ രാജ്യത്തെ മുഴുവനും നെഞ്ചിലേറ്റുന്നത് ഇവിടുത്തെ കൃഷിക്കാരാണ്. കാരണം അവരിന് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിളകളും നാണ്യവിളകളുമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും ബിസിനസ്സുകാരെയും ഒക്കെ തീറ്റിപ്പോറ്റുന്നത്. ഞങ്ങൾ നെഞ്ചിലേറ്റ് തീറ്റിപ്പോറ്റുന്ന ഉദ്യോഗസ്ഥ വർഗം ഞങ്ങളുടെ നെഞ്ചിൽ നിന്ന് നൃത്തമാടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ചോദ്യത്തിൻ്റെ കാരണം. അത് തന്നെ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതാ. നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചത്ത് നിന്ന് ചവിട്ടി നിന്നിട്ടാണ് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് നാടിനെ നശിപ്പിക്കുന്നു? ഞങ്ങൾ നാടിനെ നശിപ്പിക്കുന്നവരല്ല, തീറ്റിപ്പോറ്റുന്നവരെ. ഇപ്പോഴും ആ ബോധ്യത്തോടുകൂടെ തന്നെ പറയാം. തീറ്റിപ്പോറ്റാതെ വരുന്നത് ഈ നാട് കടുവ സങ്കേതമാക്കി മാറ്റും, ഇവിടുത്തെ സ്ഥലം വെക്കാനായിട്ട് പറ്റിയല്ല, ഇവിടുത്തെ മരങ്ങൾ മുറിക്കാൻ പറ്റിയല്ല എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നു, ഞങ്ങൾ ഭയപ്പെടുന്നു. എന്തുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും അല്ല, നിങ്ങളൊരിക്കലും ഇവിടുന്ന് കുടിയിറക്കപ്പെടേണ്ടി വരില്ല, വെറും കൈയോടെ കടന്നു പോകേണ്ടി വരില്ല, നിങ്ങൾ ജനിച്ച മണ്ണും നിങ്ങളുടെ വിളവും നിങ്ങളുടെ അധ്വാന ഫലവും നിങ്ങൾക്കുള്ളതാണ് എന്ന് ഉറപ്പ് പറയാൻ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഏതൊക്കെ മന്ത്രിമാരുണ്ട്? അതൊന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ ഇതിൻ്റെ ഉത്തരം അപ്പോൾ ഞങ്ങൾ തരാം. ഇതൊന്നും മുറിക്കുകയല്ല, ഒരു മരത്തിന് 100 മരം ഞങ്ങൾ വെച്ച് പിടിപ്പിക്കാം, ഈ നാടിനെ ഞങ്ങളും കാത്തു സൂക്ഷിക്കാം. ഒരു കാലത്ത് നമ്മളൊക്കെ ജൈവ കൃഷി ചെയ്യുന്നവരായിരുന്നു, നമ്മുടെ കാരണവന്മാരടക്കം. അതിനുശേഷം നമ്മൾ രാസവള കൃഷിയിലേക്ക് നീങ്ങി. രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം ഈ പുൽപ്പള്ളി, മുള്ളംകൊല്ലി പോലെയുള്ള മേഖലകളെ സാരമായി ബാധിച്ചു. കൃഷി ചെയ്തിട്ട് കാര്യമില്ലാതെയായി മാറി. ഇത്തരമൊരു അവസ്ഥയിൽ ഇപ്പോൾ സർക്കാർ ജൈവ കൃഷിയിലേക്ക് തിരിച്ചു വരാൻ കർഷകരോട് ആവശ്യപ്പെടുന്നുണ്ട്. ജൈവ കൃഷി വിജയിക്കുമോ? അല്ലെങ്കിൽ ജൈവ കൃഷിയിലേക്ക് തിരിച്ചു വരാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? വയനാട് ജില്ലാ കളക്ടർ പറഞ്ഞൊരു വാക്കാണ് ഓർമ്മ വരുന്നത്. കാരണം കൃഷിക്കാർ ആണ്, നിങ്ങളുടെ സ്വാർത്ഥതയാണ് ഈ നാടിനെ നശിപ്പിച്ചതെന്നുള്ള വാക്ക്. കാരണം നിങ്ങളുടെ അമിത ലാഭക്കൊതി കൊണ്ടാണ് നിങ്ങൾ രാസവളം ചെയ്തിട്ട് നാടിനെ നശിപ്പിച്ചു, നിങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണെന്നൊരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഞങ്ങൾക്ക് അതിന് പറയാനുള്ളൊരു ഉത്തരവ് ഇതേ ഉള്ളൂ. ഞങ്ങൾ രാസവളം കണ്ടുപിടിച്ചവരല്ല. രാസവളം കണ്ടുപിടിച്ചത് സർക്കാരാണ് ഞങ്ങളെ സബ്സിഡി തന്ന് വാങ്ങി ഉപയോഗിക്കാനായിട്ട് പഠിപ്പിച്ചത്. വാങ്ങി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഫാക്ടംഫോസും യൂറിയയും പൊട്ടാഷും മണ്ണിനെ പരിശോധിച്ചിട്ട് ഉപയോഗിക്കണം എന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. വാരി ഉപയോഗിച്ചോളാനാണ് പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യത്തിന് സബ്സിഡിയും തന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ കൃഷിക്കാരനെ കൊതി പിടിപ്പിച്ചത് ഈ സർക്കാരാണ്. ഇന്ന് കൃഷിക്കാരൻ സ്വാർത്ഥനായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് സർക്കാരിനോടും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോടും പറയാനുള്ളൂ. അല്ലാണ്ട് ഞങ്ങളാരും രാസവളം കണ്ടുപിടിച്ചിട്ടുള്ളവരല്ല. ഞങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് വേറിട്ട് ഞങ്ങൾ പോയതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് ഞങ്ങളുടെ തിരിച്ചറിവ്, അതായത് ഞങ്ങളുടെ നന്മ ഞങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാരെ പോലെ സ്വാർത്ഥതയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മടങ്ങി വരുന്നു ഞങ്ങളുടെ കാരണവന്മാരുടെ വഴിയിലൂടെ, അതായത് ആ പാരമ്പര്യത്തിലേക്ക് ജൈവ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. ഇത് വരുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഒന്നുണ്ട്, ഗാന്ധിജി സ്വന്തം ജീവൻ ബലി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് സ്വന്തം ജീവൻ ബലി കൊടുക്കാനായിട്ട് തയ്യാറായില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലായിരുന്നു. ഞങ്ങളും ആരെങ്കിലുമൊക്കെ സ്വയം ബലിയാടാകുമ്പോഴാണ് നാളെ നന്മ ആർക്കെങ്കിലുമൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുക. അതുകൊണ്ട് ഞങ്ങൾ നഷ്ടത്തിൽ നിന്നിട്ട് ജൈവ കൃഷി ചെയ്യുന്നു. ഞങ്ങൾ മണ്ടന്മാരായതുകൊണ്ടല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കൃഷി ഓഫീസർമാർ, മുള്ളംകൊല്ലി കൃഷി ഓഫീസിലെ സെബാസ്റ്റ്യൻ സാറിനെ ഞങ്ങൾ ഏറ്റവും നന്ദിയോടെ ഓർക്കാറുണ്ട്. കാരണം ഒത്തിരി കൃഷി അറിവുകൾ ചോദിക്കാതെ വന്ന് കൃഷിയിടത്തിൽ വന്നിട്ട് പറഞ്ഞു തന്നൊരു നല്ല മനുഷ്യൻ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, അതായത് എൻ്റെ ചെറുപ്പം മുതൽ ഇതുവരെയുള്ള എൻ്റെ കൃഷി ഓഫീസർമാരെ പരിചയപ്പെട്ടതിൽ വെച്ച് ഒത്തിരി വ്യത്യസ്തനായൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മീഡിയയുടെ മുന്നിൽ ഞങ്ങളത് പറയുന്നത്, 1 രൂപ പോലും കൈക്കൂലി വാങ്ങാതെ സ്നേഹത്തോടെ വന്നിട്ട്, എടാ ഇങ്ങനെയൊക്കെ ചെയ്യണം, നിൻ്റെ കൃഷിക്ക് അങ്ങനെ ഉണ്ട് എന്ന് വന്നിട്ട് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് കൃഷിയിടങ്ങളെ സംബന്ധിച്ച് ഏക ഉദ്യോഗസ്ഥൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അവിടെയുള്ള 1-2 സ്റ്റാഫുകളും കൃഷിക്കാരുടെ അനുഭവമുള്ളവർ അല്ലെങ്കിൽ സ്നേഹമുള്ളവർ. അതിനുമപ്പുറം ഉള്ള ഒരു കൃഷി ഓഫീസർമാരുടെ സാറേ പച്ചക്കറി എങ്ങനെ ചെയ്യണം, എന്താ ചെയ്യണ്ടേ? അത് ഇങ്ങനെ കുറച്ച് വിത്തുകളുണ്ട്, ഇങ്ങനെ കുറേ വളം ചെയ്തു. ഞാനൊരു ഓഫീസറോട് ചോദിച്ചു, സാർക്ക് ഞാൻ ഓർഗാനിക്കാണ്. അയാൾ എന്നോട് പറഞ്ഞ ഭാഷ, ഒരു കാരണവശാലും നിനക്ക് ഇത് വിജയിപ്പിക്കാനായിട്ട് പറ്റിയല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം പുള്ളി പറഞ്ഞാൽ സാധിക്കില്ല. കാരണം ഇത് രാസവളവും കീടനാശിനി ഉപയോഗിച്ച് ചെയ്യേണ്ട കൃഷിയാണ്, വൻ ലാഭം ഉണ്ടാക്കേണ്ട കൃഷിയാണ്. ഇത് വൻ ലാഭം ഉണ്ടാക്കുക, നീ ആരെ കൊന്നിട്ടും ലാഭം ഉണ്ടാക്കുക. അയാൾ എനിക്ക് പകർന്നു തന്നൊരു പാഠം പറ, അല്ലാതെ ഇതൊരിക്കലും വിജയിപ്പിക്കാനായിട്ടില്ല. സാർ ഇതെന്ത് കീടമാണ്, അത് കൊണ്ടതാ ഞാൻ ചോദിക്കാം. അവന് ചോദിക്കണം, ഏതെങ്കിലും കൃഷിക്കാരനെ കാണണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാബിൽ കൊടുക്കണം. ഇന്ന് അതുകൊണ്ട് ഞങ്ങൾ ആശ്രയിക്കുന്നത് തമിഴ്നാട്ടിലെയും കർണാടകയിലുള്ള പ്രൊഫസർമാരെയാണ്. അവിടെയുള്ള കൃഷിക്കാരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കേരളത്തിൽ കിടക്കുന്ന ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം നീക്കി വെക്കുന്നു. രാത്രിയുടെ ഏത് യാമങ്ങളിൽ അവരെ വിളിച്ചാൽ പോലും അവർ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നു. ഞങ്ങൾക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നു, ഏത് കാലത്ത് ഏത് കൃഷികൾ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി എന്തോരം ഉദ്യോഗസ്ഥന്മാരുണ്ട്, എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഒരിക്കൽ സ്ഥലം ഞാൻ പറയുന്നില്ല, കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ്, ഏകദേശം ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സാലറി
വലിയ തുകയാണെന്ന് അറിഞ്ഞു. 4 5 ഒക്കെ ആണെന്ന്, 5 സാലറി മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ശരിയൊന്നും എനിക്കറിയില്ല, എൻ്റെ കൃഷിക്കാരൻ്റെ റേഞ്ച് വെച്ച് അദ്ദേഹത്തിൻ്റെ സാലറിയുടെ അളവൊന്നും എനിക്കറിയില്ല. എങ്കിൽ പോലും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാറേ ഓർഗാനിക്കായിട്ടുള്ള കൃഷി ചെയ്യുന്നൊരു കൃഷിക്കാരനാണ് ഞാൻ, എനിക്കൊരു ഷെഡ്യൂൾ തയ്യാറാക്കി തരാമോ? പുള്ളി വളരെ കാര്യമായിട്ടൊന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഷാജി നടക്കുകയല്ല, കാരണം ചെയ്യാവുന്ന വളരെ പരിമിതമായ കുറച്ച് സാധനങ്ങളുള്ളൂ ഓർഗാനിക്കായിട്ട്. പിന്നെ ഷാജിക്ക് ഒരു രസത്തിന് വേണ്ടി വേണമെങ്കിൽ ചെയ്യാം, അതിനുമപ്പുറം ലാഭകരമായിട്ടാണെങ്കിൽ നടക്കുകയല്ല. അത് ഷാജി വാ, നമുക്ക് കെമിക്കലായിട്ട് ചെയ്യാം, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാം, നിങ്ങളാരെ കൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല, അതിനുള്ള ഉപദേശങ്ങൾ ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് അങ്ങനെ ആരെയും കൊല്ലാനുള്ള ഉപദേശം വേണ്ട, അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിന്ന് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ പേടിയാണ് ഞങ്ങൾക്ക്. പക്ഷേ ഇപ്പം ഇന്ന് ഞങ്ങളുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്, അഹങ്കാരികളായി മാറുക. ഞങ്ങൾ പണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, ഏത് ഓഫീസിൽ ചെന്നാലും എനിക്കറിയാം, ചിലപ്പോൾ ഇത് നാളെ മീഡിയയിൽ വരുമ്പോൾ, എനിക്ക് ഏതെങ്കിലും ഒരു ഓഫീസിൽ കയറുമ്പോൾ ഇതിൻ്റെ പരിണിത ഫലം ഞാനും അനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഞാൻ അതിനെ ഭയപ്പെടുന്നില്ല, കാരണം ഇതാരെങ്കിലുമൊക്കെ പറയാനായിട്ട് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഞങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ പഴയ ബാല്യക്കാരൻ്റെ മനോഭാവമാണ് ഞങ്ങൾക്ക്. സാറേ, പിയൂണിനെ മുതൽ ഞങ്ങൾ വിളിക്കും സാറേ. അവർ അത് കേൾക്കുമ്പോൾ ഞെളിയും. ഞങ്ങൾ തീറ്റിപ്പോറ്റുന്ന, ഞങ്ങളുടെ പണം കൊടുത്ത് ഞങ്ങൾ വളർത്തുന്ന ഉദ്യോഗസ്ഥൻ ഞെളിഞ്ഞ് നിന്നിട്ട് വേണമെങ്കിൽ വളരെ ധാർഷ്ട്യത്തോടെ ഒന്ന് ഇരിക്കടോ. അപ്പോൾ വളരെ ദയനീയമായിട്ട് നോക്കി ഇരിക്കാം, കാരണം സാധിക്കേണ്ട കാര്യത്തിൻ്റെ വലുപ്പം അനുസരിച്ച് വേണം ഇരിക്കണോ എന്ന് പോലും തീരുമാനിക്കാൻ. ചടിയിരുന്നാൽ ചിലപ്പം നാളെ എണീറ്റ് പോടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എണീറ്റ് പോകേണ്ടി വരും. അപ്പം വളരെ ഭവ്യതയോടെ നിന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചു വരേണ്ട മനോഭാവം. നാളെ ഞങ്ങൾ ഇനി അവരെ പേരെടുത്തിട്ട് എടാ എൻ്റെ കാര്യം സാധിച്ചതാടാ എന്ന് പറയാനായിട്ട് പഠിക്കാൻ എൻ്റെ മക്കളെ ഞങ്ങൾ ശീലിപ്പിക്കാൻ തുടങ്ങുന്ന, അതായത് ഞങ്ങളുടെ മക്കളെ അഹങ്കാരികളാക്കി മാറ്റാൻ തുടങ്ങുന്ന ഒരു ചിന്തയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നു. ഞങ്ങൾ പറയും നക്സലേറ്റുകാരനും ഭീകരവാദികളുമൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ആരും ജനിച്ച് വീഴുന്നവരല്ല, അവൻ്റെ നെഞ്ചത്ത് കുത്തി നിന്ന് അവനെ നോവിക്കുമ്പോൾ അവനിൽ വിപ്ലവകാരികളുടെ, ഞാൻ വിപ്ലവകാരിയൊന്നുമല്ല, അതിനൊരു ശതമാനം പോലും പ്രോത്സാഹിപ്പിക്കാത്ത ആളുമാണ്. പക്ഷേ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് എന്നുള്ള ബോധം ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് എന്ന് ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് പറയാനുള്ളൂ. ഇതും ഈ മാധ്യമങ്ങളിലൂടെ വരുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, വന്നാലും വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയില്ല. യുവ കർഷകർക്ക് മാതൃകയാകുന്ന ഷാജി, താങ്കൾക്ക് മറ്റ് കർഷകരോട് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയിലെ കർഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്കിത്രേ പറയാനുള്ളൂ, വേറിട്ട് ചിന്തിക്കുക. എന്നും ഒരേ പാരമ്പര്യത്തിൻ്റെ വഴിയിലൂടെ പോകാതെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടും പരീക്ഷിക്കാനായിട്ടുള്ള മനസ്സുണ്ടാക്കുക. ദുരന്തങ്ങളെ അതിജീവിക്കാനായിട്ട് പറ്റണം. ദുരന്തങ്ങളെ അതിജീവിക്കാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ഞാൻ പറയുന്നത് ദൈവവും ആയിട്ടുള്ള പ്രാർത്ഥനയാണ് കൃഷി. ഞാനങ്ങനെ വിചാരിക്കുന്നത്. കാരണം ഏറ്റവും നല്ല ഒരു നന്മയുടെ വഴിയാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള അടുത്തുള്ള സംഭാഷണം കൂടിയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, തകർച്ചയിൽ അവന് സങ്കടപ്പെടേണ്ടി വരില്ല. ഒരു തകർച്ച ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനായിട്ട് ദൈവം അവൻ്റെ കൂടെയുണ്ട്. ആ ബോധ്യത്തിൽ ഉറച്ചു നിന്നിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ലാത്തതും ദൈവത്തോടുള്ള ഒരു ആശ്രയബോധം ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും, പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും പറ്റുമ്പോൾ വിജയങ്ങൾ നമ്മുടെ കൂടെ വരും. തകർച്ചകളുണ്ടെങ്കിൽ ആ തകർച്ചകളെ അതിജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിരാശപ്പെടാതെ കൃഷി ചെയ്യാനായിട്ട് പുതിയ തലമുറയോട് ആഹ്വാനം ചെയ്യുന്നു. കാരണം ഒരിക്കലും കൃഷി ഉപേക്ഷിച്ച് പോകരുതേ, മുന്നോട്ട് വരിക എന്ന് മാത്രമേ പുതിയ തലമുറയോട് പറയാനായിട്ടുള്ളൂ. പുതിയ തലമുറ വരുമ്പോൾ ഒത്തിരി നൂതനമായ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. പഴയ തലമുറയുടെ അവസ്ഥയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി പുതിയ മെഷീനറികളും പുതിയ രീതികളുമൊക്കെ ആണ് ഇന്നത്തെ കൃഷി രീതി. അപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, പുതിയ അറിവുകൾ. അപ്പോൾ നല്ല അറിവുള്ള യുവ കർഷകർ വരണം. അവരുടെ വേറിട്ട ചിന്താഗതികളും മനക്കരുത്തുമാണ് ഇന്നത്തെ കൃഷിയുടെ വിജയം. അല്ല നാടിൻ്റെ നന്മ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. അനേകം പേര് ഈ വഴിയിലൂടെ എന്നെക്കാളും നന്നായിട്ട് ചെയ്യട്ടെ. നാടിൻ്റെ നാളത്തെ വലിയ വാഗ്ദാനങ്ങളും വെല്ലുവിളികളുമായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നന്മ നിറഞ്ഞ കർഷകനാണ് ഷാജി. വ്യത്യസ്തമായി ചിന്തിച്ച് മറ്റുള്ള കർഷകർക്ക് മാതൃകയാകുന്ന ഷാജിക്ക് എല്ലാ ആശംസകളും നേരുന്നു.
ഇതോടെ ഇന്നത്തെ കൃഷിദർശൻ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം കൃഷിദർശൻ, കെയർ ഓഫ് ഡയറക്ടർ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുളമ്പ് രോഗം തടയാൻ ഇന്നു മുതൽ കുത്തിവെപ്പ്. മത്സ്യസമൃദ്ധി രണ്ടാം ഘട്ടം 18.5 കോടി രൂപയുടെ ആനുകൂല്യം. ബഫല്ലോ ബ്രീഡിംഗ് ഫാം ഇനി ഹൈടെക്. വിശദമായ വാർത്തകളിലേക്ക്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവെപ്പിന്റെ അടുത്ത ഘട്ടം കേരളത്തിലെ 14 ജില്ലകളിലും ഇന്നു മുതൽ ഓഗസ്റ്റ് 30 വരെ നടപ്പിലാക്കും. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ക്വാഡുകളായി കർഷകരുടെ വീടുകൾ സന്ദർശിച്ചാണ് പ്രതിരോധ കുത്തിവെപ്പ് നടത്തുന്നത്. കുത്തിവെച്ചവയെ തിരിച്ചറിയുന്നതിന് ചെവിയിൽ മഞ്ഞ നിറത്തിലുള്ള അടയാള കമ്മലുകൾ ഘടിപ്പിക്കും. കുത്തിവെക്കുന്നതിന് സൗജന്യ നിരക്കായ 5 രൂപ ഈടാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 255 6151 എന്ന നമ്പറിലോ കൺട്രോൾ റൂമിലെ 0471 325 6288 എന്ന നമ്പറിലോ ബന്ധപ്പെടാമെന്ന് പ്രോജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. വിവിധ കാർഷിക വിളകളുടെ വിത്തുകൾ, തൈകൾ, ചെറിയ കൃഷി ആയുധങ്ങൾ, ആധുനിക കൃഷിയന്ത്രങ്ങൾ എന്നിവ ന്യായവിലയ്ക്ക് അഗ്രോ സൂപ്പർ ബസാറിൽ ലഭ്യമാണ്. കാർഷിക ആവശ്യങ്ങളും സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നതാണ് അഗ്രോസ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ലക്ഷ്യം. അഗ്രോ സൂപ്പർ ബസാർ തിരുവനന്തപുരത്തെ കോട്ടയ്ക്കകത്ത് രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്നു. കൊട്ടാരക്കര, തിരുവല്ല, അത്താണി എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 247 1347. 18.5 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കർഷകർക്ക് പ്രഖ്യാപിച്ച് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മത്സ്യസമൃദ്ധി പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ഈ ഘട്ടത്തിൽ കേരളത്തിൽ മൊത്തം 5500 ഹെക്ടർ ജലാശയങ്ങളിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കും. രോഹു, കട്ല, മൃഗാൽ, സൈപ്രിനസ് തുടങ്ങി 5 കോടി കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഇത്തവണ സൗജന്യമായി നൽകും. 8 കോടിയോളം ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഓരോ ജലത്തിൽ മത്സ്യകൃഷിക്കായും നൽകും. ഒന്നാം ഘട്ടത്തിലേതുപോലെ കരിമീൻ, മുരിങ്ങ കൃഷികൾക്കും സഹായമുണ്ടാകും. 1 വർഷം നീളുന്ന രണ്ടാം ഘട്ട പദ്ധതിയിൽ സാമൂഹ്യ മത്സ്യകൃഷിക്കായി പ്രത്യേക പാക്കേജുണ്ട്. കൂടാതെ 5000-ഓളം മത്സ്യ കർഷകർക്ക് പ്രതിദിനം 125 രൂപയുടെ സ്റ്റൈപ്പൻഡോട് കൂടി പരിശീലനവും നൽകുന്നു. പദ്ധതിയുടെ രണ്ടാം ഘട്ട ആനുകൂല്യങ്ങൾക്കായി അതത് ജില്ലയിലെ ഫിഷ് ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസിയുമായോ ജില്ലാ ഫിഷറീസ് ഓഫീസുമായോ ബന്ധപ്പെടണം. നിറപുത്തരിക്കുള്ള വിളഞ്ഞ നെൽക്കതിർ കേരള കാർഷിക സർവകലാശാലയുടെ കരമനയിലെ ക്രോപ്പിംഗ് സിസ്റ്റം റിസർച്ച് സെന്ററിൽ വിൽപ്പനയ്ക്ക് തയ്യാറായി. രാവിലെ 10-നും വൈകിട്ട് 5-നും ഇടയ്ക്ക് കരമന കേന്ദ്രത്തിൽ നേരിട്ടെത്തി വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 234 3586. കൊല്ലത്തെ കുര്യോട്ടുമലയിലെ ബഫല്ലോ ബ്രീഡിംഗ് ഫാമിൽ 20 കോടി രൂപ മുതൽ മുടക്കുള്ള ഹൈടെക് ഫാമിന് മൃഗസംരക്ഷണ വകുപ്പ് രൂപം നൽകി. 500 പശുക്കളെ പാർപ്പിക്കുന്ന ഹൈടെക് ഫാമിൽ പാൽ ശീതീകരണികൾ, ആധുനിക മിൽക്ക്, ട്രാൻസ്പോണ്ടർ നിയന്ത്രിത കമ്പ്യൂട്ടറൈസ്ഡ് തീറ്റ, ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് ബൗൾ, ഡ്രം സ്ക്രേപ്പർ തുടങ്ങി എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഉണ്ടാകും. 161 ഏക്കർ വരുന്ന കുര്യോട്ടുമല ഫാമിൽ ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. കണിക ജലസേചനം, ഫെർട്ടിഗേഷൻ, സൂക്ഷ്മകൃഷി, നിയന്ത്രിത കൃഷിരീതികൾ എന്നിവയുടെ മാതൃകകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും കർഷകരുമായി സംവദിക്കുവാനും വിത്ത് സംസ്കരണ പ്രക്രിയകളും വിത്ത് പരിശോധനയും പരിചരണവും കണ്ടുപഠിക്കുന്നതിനും VFPCK കർഷകർക്ക് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അറിയുവാൻ ബന്ധപ്പെടേണ്ട വിലാസം വിത്ത് സംസ്കരണശാല, ഗുരുകുലം സ്കൂളിന് എതിർവശം, ആലത്തൂർ, പാലക്കാട്. ഫോൺ നമ്പർ 0492 222 2706. വെള്ളാനിക്കരയിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പന്നിയൂർ, കരിമുണ്ട എന്നീ കുരുമുളകിന്റെ വേര് പിടിപ്പിച്ച തൈകളും നല്ല ഇനം ജാതി തൈകളും അലങ്കാര മത്സ്യങ്ങളും വിൽപ്പനയ്ക്ക് തയ്യാറായി. കൂടുതൽ വിവരങ്ങൾക്ക്
0487 237 5855. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 19,500 രൂപ, RSS 5 18,900 രൂപ, വെളിച്ചെണ്ണ 6,950 രൂപ, കുരുമുളക് 40,900 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 250 രൂപ, തൊണ്ടില്ലാതെ 425 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി. കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 40,900 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 38,900 രൂപ. കുരുമുളക് വിപണി. കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 38,000 രൂപ, വയനാടൻ കുരുമുളക് 38,500 രൂപ. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിൻ്റലിന് 4,850 രൂപ, തളിപ്പറമ്പ് 4,600 രൂപ, കാസർഗോഡ് 4,400 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂരിൽ 7,600 രൂപ, കോട്ടയത്ത് 7,350 രൂപ, ആലപ്പുഴയിൽ 6,980 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.7, 23.5. കൊച്ചി 30.4, 24.4. ആലപ്പുഴ 30.1, 25. പുനലൂർ 31.4, 24.8. തിരുവനന്തപുരം 30.7, 24.9 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.